എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. ആദ്യത്തെ സെൻറ്റൻസ്, നിന്നെ പോലെ ഒരു സഹോദരനെ കിട്ടിയതിൽ ഞാൻ ഭാഗ്യവാനാണ്. ഇതെങ്ങനെ പറയും? I am blessed to have a brother like you. I am blessed to have a brother like you. I am blessed എന്ന് പറഞ്ഞാൽ ഞാൻ അനുഗ്രഹീതനാണ് അല്ലെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. To have a brother like you എന്ന് പറഞ്ഞാൽ നിന്നെപ്പോലെ ഒരു സഹോദരനെ കിട്ടിയതിൽ എന്നുള്ള മീനിങ് ആണ്. Like you എന്ന് പറഞ്ഞാൽ നിന്നെപ്പോലെ. So I am blessed to have a brother like you. ഇനി നമ്മൾ കുട്ടികളെയൊക്കെ എന്തെങ്കിലും വഴക്ക് പറയുവാണെങ്കിൽ അവർ തിരിച്ച് സംസാരിക്കത്തില്ലേ? അതായത് അപമര്യാദയായിട്ട് വളരെ റൂഡായിട്ട് തിരിച്ച് സംസാരിക്കത്തില്ലേ? അതായത് നമ്മൾ പറയുന്നതിനെ എതിർത്ത് തിരിച്ചു പറയുക. സോ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ഡോണ്ട് ടോക്ക് ബാക്ക് ടു മീ. ഡോണ്ട് ടോക്ക് ബാക്ക് ടു മീ, അതായത് അപമര്യാദയായിട്ട് തിരിച്ചെന്നോട് സംസാരിക്കരുത് എന്നാണ് മീനിങ്. ഡോണ്ട് ടോക്ക് ബാക്ക് ടു മീ. പിന്നെ അടുത്തത്, നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പം അത് കേട്ടറിവാണ് എന്ന് നമ്മൾ പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ഇറ്റ്സ് എ ഹിയർസേ. ഇറ്റ്സ് എ ഹിയർസേ. ഹിയർസേ എന്ന് പറഞ്ഞാൽ കേട്ട് കേൾവി അല്ലെങ്കിൽ കേട്ടറിവ് എന്നുള്ള മീനിങ് ആണ്. സോ ഇറ്റ്സ് എ ഹിയർസേ എന്ന് പറഞ്ഞാൽ അത് കേട്ടറിവാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നമ്മളിങ്ങനെ പറയത്തില്ലേ, നിൻ്റെ ബുദ്ധി ഉപയോഗിക്കുക. അതായത് ആ പറഞ്ഞ കാര്യം തെറ്റാണ്, അപ്പം നീ ചിന്തിച്ചിട്ട് പറ എന്നുള്ള രീതി പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? യൂസ് യുവർ ബ്രെയിൻ. യൂസ് യുവർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നീ ചിന്തിക്കുക എന്നിട്ട് പറയൂ എന്നുള്ള ഒരു മീനിങ് ആണ്. യൂസ് യുവർ ബ്രെയിൻ. ഇനി ചില ദിവസങ്ങളിൽ നമുക്ക് ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ നമ്മൾ പറയത്തില്ലേ, എക്കാലത്തെയും ഏറ്റവും മോശപ്പെട്ട ദിവസമായിരുന്നു അത് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ് വാസ് ദ വേഴ്സ്റ്റ് ഡേ എവർ. ഇറ്റ് വാസ് ദ വേഴ്സ്റ്റ് ഡേ എവർ. വേഴ്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട ദിവസം എന്നാണ്. എവർ എന്ന് പറഞ്ഞാൽ എക്കാലത്തെയും. സോ എക്കാലത്തെയും മോശപ്പെട്ട ദിവസമായിരുന്നു അത് എന്ന് പറയാനാണ് ഇറ്റ് വാസ് ദ വേഴ്സ്റ്റ് ഡേ എവർ. ഇനി അടുത്തത്, നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യുക എന്ന് പറയണം. അതെങ്ങനെ പറയും? ഡു വാട്ട് യു തിങ്ക് ഈസ് റൈറ്റ്. ഡു വാട്ട് യു തിങ്ക് ഈസ് റൈറ്റ്. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നാണ്. തിങ്ക് എന്ന് പറഞ്ഞാൽ തോന്നുക, ചിന്തിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ നിനക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യുക എന്ന് പറയാനാണ് ഡു വാട്ട് യു തിങ്ക് ഇസ് റൈറ്റ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരി എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്, ചില ആൾക്കാർ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ അവർ നിയന്ത്രണം വിട്ടങ്ങ് ദേഷ്യപ്പെടത്തില്ലേ? ഒരു എക്സാമ്പിൾ പറയുവാണ്, ഇപ്പോൾ കുട്ടികൾ ടി വി കണ്ടുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് ടി വി എങ്ങാണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കിടന്ന് ബഹളം വെച്ച് കാറി ആകെ ഒരു ഇതാക്കത്തില്ലേ? സോ അതിന് നമ്മൾ ടാൻട്രംസ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ദുഷാഢ്യം എന്നൊക്കെ പറയാം. സോ നമുക്കിങ്ങനെ പറയണം, നിൻ്റെ ഈ ദുഷാഢ്യം അല്ലെങ്കിൽ നിയന്ത്രണമില്ലാത്ത ഈ കോപം കൊണ്ട് ഞാൻ മടുത്തു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ആം ഫെഡ് അപ്പ് വിത്ത് യുവർ ടാൻട്രംസ്. ഐ ആം ഫെഡ് അപ്പ് വിത്ത് യുവർ ടാൻട്രംസ്. ഫെഡപ്പ് എന്ന് പറഞ്ഞാൽ മടുത്തു എന്നാണ്. സോ ഐ ആം ഫെഡ് അപ്പ് വിത്ത് യുവർ ടാൻട്രംസ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ഈ ദുഷാഠ്യം കൊണ്ട് ഞാൻ മടുത്തു എന്നാണ് മീനിങ്. പിന്നെ അടുത്തത്, കറണ്ട് പോയി എന്ന് നമ്മൾ പറയത്തില്ലേ? കറണ്ട് പോയി എന്നെങ്ങനെയാണ് പറയുന്നത്? ദ പവർ വെൻഡ് ഓഫ്. ദ പവർ വെൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ കറണ്ട് പോയി എന്നാണ് മീനിങ്. ദ പവർ വെൻഡ് ഓഫ്. ഇനി അടുത്തത്, കറണ്ട് ഇതുവരെ വന്നില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ദ പവർ ഇസിൻറ്റ് ബാക്ക് ഓൺ യെറ്റ്. ദ പവർ ഇസിൻറ്റ് ബാക്ക് ഓൺ യെറ്റ്. ബാക്ക് ഓൺ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക, അതായത് കറണ്ട് വരിക എന്നുള്ള മീനിങ് ആണ്. സോ എറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ. സോ കറണ്ട് ഇതുവരെ വന്നില്ല എന്ന് പറയാനാണ് ദ പവർ ഇസിൻറ്റ് ബാക്ക് ഓൺ യെറ്റ്. ഇനി അടുത്തത്, തീർച്ചയായും ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയണം. അതെങ്ങനെ പറയും? ഡെഫിനറ്റ്ലി ഐ വിൽ ഹെൽപ്പ് യു. ഡെഫിനറ്റ്ലി ഐ വിൽ ഹെൽപ്പ് യു. ഡെഫിനറ്റ്ലി എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നുള്ള മീനിങ് ആണ്. ഐ വിൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ സഹായിക്കും. സോ തീർച്ചയായും ഞാൻ നിന്നെ സഹായിക്കും എന്നെങ്ങനെ പറയും? ഡെഫിനറ്റ്ലി ഐ വിൽ ഹെൽപ്പ് യു. ഇനി അടുത്തത്, ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതിൻ്റെ ബാക്കി എനിക്ക് വിടൂ അല്ലെങ്കിൽ ബാക്കി ഞാൻ ചെയ്തോളാം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്?
ലീവ് ദ റെസ്റ്റ് ടു മീ. ലീവ് ദ റെസ്റ്റ് ടു മീ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് എന്നെ ഏൽപ്പിച്ചേക്കൂ എന്നുള്ള മീനിങ് ആണ്. ലീവ് ദ റെസ്റ്റ് ടു മീ. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് എന്നുള്ള മീനിങ് ആണ്. സോ ലീവ് ദ റെസ്റ്റ് ടു മീ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് എന്നെ ഏൽപ്പിച്ചേക്കൂ എന്നാണ് മീനിങ്. ഇനി അടുത്തത്, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടൂടെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട് അപ്സെറ്റ് ആയെന്ന് കണ്ടാൽ നമ്മൾ പറയത്തില്ലേ, നമുക്ക് ഈ ടോപ്പിക്ക് വിടാം. അതെങ്ങനെ പറയും? ലെറ്റ്സ് ഡ്രോപ്പ് ദിസ് ടോപ്പിക്. ലെറ്റ്സ് ഡ്രോപ്പ് ദിസ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടോപ്പിക്ക് വിടാം, വേറെ എന്തെങ്കിലും സംസാരിക്കാം എന്നുള്ള മീനിങ് ആണ്. ലെറ്റ്സ് ഡ്രോപ്പ് ദിസ് ടോപ്പിക്. ഇനി അടുത്തത്, എന്നെ ഇവിടെ കണ്ടതിൽ നിനക്ക് സന്തോഷമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ തോന്നുന്നില്ല എന്ന് പറയണമെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ടത് യു ഡോണ്ട് സീം ടു എന്നുള്ള ഫ്രേസാണ്. യു ഡോണ്ട് സീം ടു. അപ്പം നിനക്ക് സന്തോഷമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറയണമെങ്കിൽ യു ഡോണ്ട് സീം ടു ബി ഹാപ്പി. ഇനി എന്നെ ഇവിടെ കണ്ടതിൽ എന്ന് പറയാൻ ടു സീ മീ ഹിയർ. സോ യു ഡോണ്ട് സീം ടു ബി ഹാപ്പി ടു സീ മീ ഹിയർ. അതായത് എന്നെ ഇവിടെ കണ്ടതിൽ നിനക്ക് സന്തോഷമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ് മീനിങ്. യു ഡോണ്ട് സീം ടു ബി ഹാപ്പി ടു സീ മീ ഹിയർ. ഇനി അടുത്തത്, ഞാൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറയണം. അതെങ്ങനെ പറയും? ഡു അസ് ഐ ടെൽ യു. ഡു അസ് ഐ ടെൽ യു. അതായത് ഞാൻ പറയുന്നത് പോലെ എന്ന് പറയാനാണ് അസ് ഐ ടെൽ യു എന്ന് പറഞ്ഞത്. സോ ഡു അസ് ഐ ടെൽ യു. ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. ഇനി അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറയണമെങ്കിലോ ഡു അസ് ഹി ടെൽസ് യു. ഡു അസ് ഹി ടെൽസ് യു. ടെൽസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഹി സിംഗുലർ ആയതുകൊണ്ട് വെർബ് സിംഗുലർ ആകണം. അതുകൊണ്ടാണ് അവിടെ എസ് ആഡ് ചെയ്തത്. ഡു അസ് ഹി ടെൽസ് യു. അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഇനി ഇങ്ങനെ പറയണമെങ്കിലോ, അതായത് നിന്നോട് പറയുന്നത് പോലെ ചെയ്യുക. അതെങ്ങനെ പറയും? ഡു അസ് യു ആർ ടോൾഡ്. ഡു അസ് യു ആർ ടോൾഡ്. അസ് യു ആർ ടോൾഡ് എന്ന് പറഞ്ഞാൽ നിന്നോട് പറയുന്നത് പോലെ എന്നാണ്. സോ നിന്നോട് പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറയാനാണ് ഡു അസ് യു ആർ ടോൾഡ്. ഇനി അടുത്തത്, അവൻ വാതിൽ കൊട്ടിയടച്ചു എന്ന് പറയണം. കൊട്ടിയടക്കുക എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് സ്ലാം എന്നാണ്. സ്ലാം. അപ്പോൾ ഹി സ്ലാംഡ് ദ ഡോർ ഷട്ട് എന്ന് പറഞ്ഞാൽ അവൻ വാതിൽ കൊട്ടിയടച്ചു എന്നാണ്. ഹി സ്ലാംഡ് ദ ഡോർ ഷട്ട്. ഇനി അടുത്തത്, നമ്മളിങ്ങനെ പറയത്തില്ലേ, ഒന്ന് ശ്രമിച്ച് നോക്ക്. അതെങ്ങനെ പറയും? ഗിവ് ഇറ്റ് എ ട്രൈ. ഗിവ് ഇറ്റ് എ ട്രൈ. ട്രൈ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക എന്നാണ്. അപ്പം ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രമിച്ച് നോക്ക് എന്നാണ്. ഇനി അടുത്തത്, നിങ്ങൾ ഇവിടെ വന്നത് നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഉള്ളത് നല്ലതാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ്സ് ഗുഡ് യു ആർ ഹിയർ. ഇറ്റ്സ് ഗുഡ് യു ആർ ഹിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഉള്ളത് നല്ലതാണ് എന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നത് നല്ലതാണ് എന്നാണ് മീനിങ്. ഇറ്റ്സ് ഗുഡ് യു ആർ ഹിയർ. ഇനി അടുത്തത്, ഞാൻ എൻ്റെ ജോലി ചെയ്യട്ടെ എന്ന് പറയണം. അതെങ്ങനെ പറയും? ലെറ്റ് മീ ഡു മൈ വർക്ക്. ലെറ്റ് മീ ഡു മൈ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജോലി ചെയ്യട്ടെ എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അവൾ ആരുമായും ഒത്തുപോകുന്നില്ല അല്ലെങ്കിൽ ഇണങ്ങുന്നില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഒത്തുപോകുക എന്നൊക്കെ പറയാൻ ഗെറ്റ് അലോങ് എന്നാണ് പറയുന്നത്. സോ ഷി ഡസൻറ്റ് ഗെറ്റ് അലോങ് വിത്ത് എനി വൺ. ഷി ഡസൻറ്റ് ഗെറ്റ് അലോങ് വിത്ത് എനി വൺ എന്ന് പറഞ്ഞാൽ അവൾ ആരുമായിട്ടും ഇണങ്ങുന്നില്ല അല്ലെങ്കിൽ ഒത്തുപോകുന്നില്ല എന്നാണ് മീനിങ്. ഷി ഡസൻറ്റ് ഗെറ്റ് അലോങ് വിത്ത് എനി വൺ. എനി വൺ എന്ന് പറഞ്ഞാൽ ആരും എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്, അവനെ യാത്രയാക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും? സീ ഹിം ഓഫ്. സീ ഹിം ഓഫ് എന്ന് പറഞ്ഞാൽ അവനെ യാത്രയാക്കുക എന്നാണ് മീനിങ്. സീ ഹിം ഓഫ്. ഇനി അടുത്തത്, ഞാൻ ഷോപ്പിങ്ങിന് പോകാനുള്ള മാനസികാവസ്ഥയിലല്ല, അല്ലെങ്കിൽ എനിക്ക് ഷോപ്പിങ്ങിന് പോകാനുള്ള ഒരു മൂഡില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ഐ എം നോട്ട് ഇൻ ദ മൂഡ് ഫോർ ഷോപ്പിംഗ്. ഐ എം നോട്ട് ഇൻ ദ മൂഡ് ഫോർ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഷോപ്പിങ്ങിന് പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ എന്നുള്ള മീനിങ് ആണ്. ഐ ആം നോട്ട് ഇൻ ദ മൂഡ് ഫോർ ഷോപ്പിംഗ്. ഇനി ഇന്നത്തെ ലാസ്റ്റ് സെൻറ്റൻസ്, എന്നെക്കൊണ്ട് അത് പറയിപ്പിക്കരുത് എന്ന് നമ്മൾ പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ഡോണ്ട് മേക്ക് മീ സേ ദാറ്റ്. ഡോണ്ട് മേക്ക് മീ സേ ദാറ്റ്. അതായത് എന്നെക്കൊണ്ട് അത് പറയിപ്പിക്കരുത് എന്നാണ് മീനിങ്. ഡോണ്ട് മേക്ക് മീ സേ ദാറ്റ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന്
സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.